ഗൈസ്, നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു വ്ളോഗ് ഒരു ഷോർട്ട് വ്ളോഗായിട്ട് നമ്മൾ ഇടുന്നത്. സോ ഈ ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സോ ഞാൻ ആദ്യമായിട്ട് എൻ്റെ അനിയത്തിക്ക് ഇത്രയും വലിയൊരു സർപ്രൈസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. എപ്പോഴും ഒരു അലാറമോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ബോട്ടിലോ അങ്ങനെ വല്ലതും ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു അവൾക്ക് കുറച്ചുകൂടി ഒരു ഹാപ്പി തരുന്ന പോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാമെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, നല്ലപോലെ ഒരു 1 വീക്ക് മുന്നേ തന്നെ പ്ലാൻ ചെയ്തു എന്തൊക്കെ ചെയ്യണം, എന്ത് കേക്ക് വാങ്ങണം, എങ്ങനെ അവളെ ഹാപ്പി ആയിട്ട് വെക്കണം, എന്ത് ഗിഫ്റ്റ് വാങ്ങാം, എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് മുതൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ദിവസം രാത്രി ഞാൻ കേക്കുമായിട്ടാണ് വന്നത്. പുള്ളിക്കാരി കിടന്ന് ഉറങ്ങുമായിരുന്നു, അറിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് ഓടി, അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടി അകത്ത് കയറി ഒളിപ്പിച്ച് വെച്ച് കുറച്ച് കുളമാകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നാലും ഒന്നും ആയിട്ടില്ലായിരുന്നു. എന്നിട്ട് രാത്രി അതൊരു 12 മണിയൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവളെ വിളിച്ച് അവളെന്തോ ബോധമില്ലാത്ത രീതിയിൽ എണ്ണിച്ച് വന്നിട്ട് ഞാൻ ക്യാപ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര കോമഡി. അപ്പം ഞാൻ വിചാരിച്ചു ആൾക്ക് ചുമ്മാ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ചെയ്യാതെ ഒരു ബർത്ത്ഡേ സോങ്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആൾ ഫുൾ അത് കുളമാക്കി, ക്യാപ്പൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഫുൾ അളി പുളി ഒരു പരിവാക്കി അവിടെ. പിന്നെ അമ്മൂമ്മ ഉള്ളതുകൊണ്ട് തന്നെ അമ്മൂമ്മയ്ക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഞാനും അമ്മൂമ്മയും ചേർന്നാണ് ഫുള്ള് ഡെക്കറേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നെ അമ്മ കേക്ക് കൊടുത്തു, അമ്മൂമ്മ കേക്ക് കൊടുത്തു. ഞാൻ പിന്നെ എൻ്റെ ഒരു ഗിഫ്റ്റ്, ഒരുപാട് വലുതല്ല എന്നാലും എന്നെ കൊണ്ട് പറ്റിയൊരു ഗിഫ്റ്റ് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കര എമോഷണലായി. ഞാനിങ്ങനെ എൻ്റെ അനിയത്തിനെ കണ്ടിട്ടേ ഇല്ല എമോഷണലായിട്ട്. വേറെ കാര്യത്തിന് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു കാര്യത്തിന് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. ആൾക്ക് ഗിഫ്റ്റ് കൊടുത്തപ്പോഴത്തേന് ഭയങ്കര എമോഷനും കരച്ചിൽ കാര്യങ്ങളൊക്കെ. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായി. പക്ഷേ എന്നാലും അവളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് കുറേ ഗിഫ്റ്റ്സ് കൊടുത്തത്, അവൾക്ക് ഈ കാർട്ടൂൺസ് കാര്യങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർട്ടൂണിൻ്റെ കാര്യം ഞാൻ ആദ്യം കാർട്ടൂണിൻ്റെ ഒരു ബാഗും പൗച്ചൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഡേ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേയിലുള്ള ആ ഒരു ദിവസം മാത്രമല്ല സ്പെഷ്യലായിട്ടിരിക്കേണ്ടത്, നെക്സ്റ്റ് ഡേയും സ്പെഷ്യൽ ആയിരിക്കണമല്ലോ. കേക്ക് തൂങ്ങിയപ്പോൾ കേക്കൊക്കെ തീർന്നു ഫുള്ള്. ആ ദിവസം നമ്മളെ ചിക്കൻ കറിയും അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ചിരുന്നത്. പിന്നെയുള്ള കേക്കിൽ ഞങ്ങളെല്ലാം ഷെയർ ചെയ്ത് കഴിച്ചു. ഞങ്ങൾ അടിയായിരുന്നു കേക്കിന് വേണ്ടിയിട്ട്. എങ്ങനെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് കേക്കൊക്കെ തീർന്നു. നല്ല സ്പൈസി ചിക്കൻ കറിയൊക്കെ നമ്മളുടെ അമ്മൂമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബിരിയാണിയും അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ദിവസം അമ്മയ്ക്ക് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ചാച്ചനൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ആ ദിവസം അടിപൊളിയായിരുന്നു. മെയ് 3 അടിപൊളിയായിരുന്നു. നല്ല വെയിലും മഴയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കഴിച്ച് ആ ഡേ ഫിനിഷാക്കി.